പ്രിയ സഹോദരി സഹോദരന്മാരെ, ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട പ്രിയ മക്കളെ, നിങ്ങളുമായി പങ്കിടുന്നത് ഒരു ദൈവവചനമാണ്. വചനപ്രകാരം പറയുന്നു, ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ. 1 തെസ്സലോനിക്കർ 5:17 ഈ വചനം നിങ്ങൾക്ക് അനുഗ്രഹമായി തീരുമെന്ന് പ്രത്യാശിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഈ വചനത്തിൻ്റെ പൊരുളെന്ന് പറഞ്ഞാൽ മുട്ടിപ്പായി ഇടവിടാതെ പ്രാർത്ഥിക്കണമെന്ന്. പ്രാർത്ഥന എവിടെയുള്ളൂ? പ്രാർത്ഥന ഉള്ളിടത്ത് ദൈവം വസിക്കും. ദൈവം വസിക്കുന്നിടത്തെ പ്രാർത്ഥനയേ ഉള്ളൂ. അതുകൊണ്ട് ദൈവം വസിക്കണമെങ്കിലും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ കിട്ടണമെങ്കിലും മുട്ടിപ്പായി പ്രാർത്ഥിക്കുക, ഇടവിടാതെ പ്രാർത്ഥിക്കുക. ഇടവിടാതെ പ്രാർത്ഥിച്ചാൽ അവിടെ ദൈവം വസിക്കും. ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ നമുക്ക് യാതൊന്നിനും പേടിക്കണ്ട. എല്ലാ ദുഃഖങ്ങളും ദുരിതങ്ങളും പ്രയാസങ്ങളും കഷ്ടതകളും മാറി, കടബാധ്യതകളും മാറി എല്ലാം ചെയ്യും ദൈവ സാന്നിധ്യം ഉണ്ടെങ്കിൽ. ഈ ദൈവ സാന്നിധ്യം ഇല്ലാത്തിടത്ത് ദുഃഖങ്ങളും ദുരിതങ്ങളും പ്രയാസങ്ങളും കൊണ്ട് നിറയുക. അതുകൊണ്ട് നമ്മൾ ഒട്ടും മടുത്തു പോകാതെ പ്രാർത്ഥിക്കുക. എവിടെ പ്രാർത്ഥനയുണ്ടോ അവിടെ ഈശ്വരനുണ്ട് എന്നാണ് പറയുന്നത്. പ്രാർത്ഥന ഇല്ലാത്തിടത്ത് സാത്താൻ്റെ വിളയാട്ടമാണ്. സാത്താൻ്റെ വിളയാട്ടമുള്ള പാടത്ത് ദുഃഖവും ദുരിതവും കണ്ണുനീരും. ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ളിടത്ത് സന്തോഷവും സമാധാനവും ഐശ്വര്യവും ഉണ്ടാകും. അതുകൊണ്ട് ദൈവസാന്നിധ്യം ഉണ്ടാവണമെങ്കിൽ ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ട്, യഹാം കീർത്തൻ ചലാകെ വഹാം ഈശ്വരകെ. എവിടെ കീർത്തനം, എവിടെ പ്രാർത്ഥനയുണ്ടോ അവിടെ ഈശ്വരനുണ്ട്. എവിടെ ഈശ്വരനുണ്ടോ അവിടെ പ്രാർത്ഥനയുണ്ട്. അതുകൊണ്ട് പ്രാർത്ഥന മുടക്കാതെ നിങ്ങൾ മുട്ടിപ്പായി പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ദൈവം സാധിച്ചു തരും. അതിന് മുടങ്ങാതെ പ്രാർത്ഥിക്കുക. ഞാനെന്നോ പകലെന്നോ വെളുപ്പാങ്കാലമെന്നോ സന്ധ്യയെന്നോ ഇല്ലാതെ കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് അതിനൊരു ഫലം കിട്ടും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അങ്ങനെ മറന്നുപോലെ. സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്കുകയും ചെയ്താലേ ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക. ഇനിയൊരു ഗാനം കേൾക്കാം. എൻ്റെ ദൈവം മഹത്വത്തിൽ ആർദ്രവാനായി തീരുന്നു, സാധു ജ്ഞാനി ശോണിതൻ ക്ലേശിപ്പാ ഏതും കാര്യമില്ലെന്നെൻ്റെ ചൊല്ലുന്നു. വൈഷമ്യമുള്ളേതു കുന്നു കരകേറി നടകൊള്ളുക, രക്ഷകനൻ കാലുകൾക്കു വേഗമായി തീർന്നൻ പാതയിൽ ഞാൻ മാനിനെ പോലിടുന്നു. ആരുമേനിക്കില്ലെന്നോ ഞാൻ ഏകനായി തീർന്നുവെന്നു മാനസത്തിലാതി പൂണ്ടു ഖേദിപ്പാൻ. ദുഃഖിതനായി ഓടിപ്പോയി ഞാൻ മരുഭൂവിൽ കിടന്നാൽ എന്നെ ഓർത്തു ദൈവദൂതർ വന്നു ഏറ്റം സ്നേഹചൂടോടപ്പവുമായി വന്നിടും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നുപോലെ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.